ഹായ് ഗായ്സ്, വെൽക്കം ടു ലൈഫ് അൺഫിൽറ്റേർഡ്. നേരെ ഒരു ഉച്ചരൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ ലിപ്സ്റ്റിക്കിൻ്റെ മേൽ ലിപ്സ്റ്റിക്കും ഇട്ട് പുതിയൊരു ബ്ലെൻഡ് കൊണ്ടുവരാൻ പറ്റുന്ന ശ്രമത്തിലാണ്. അത് ഏതാണ്ടൊക്കെ ഒന്ന് വിജയിച്ചു തരുമായിരുന്നു. പക്ഷേ കുഴപ്പമില്ല, എന്തൊക്കെയൊക്കെ ആക്കി. എന്തോ ഒരു കുറവുണ്ടല്ലോ. മനസ്സിലായി. മുടി അങ്ങോട്ട് ശരിയല്ല. പോണിറ്റെയിൽ കെട്ടി നോക്കാം. ഇതൊക്കെയാണെന്ന് തോന്നുന്നു. ഓക്കെ ഇതൊക്കെ. അപ്പോൾ നമുക്ക് പോവാം. ഓക്കെ, ഓൾ സെറ്റ്. അപ്പോൾ ലെറ്റ്സ് ഗോ. എങ്ങോട്ടാണെന്നല്ലേ പറയാം. ഇന്ന് ഞാനും രാഹുലും കൂടെ ടാസ്ക് വിളിച്ചാണ് പോകുന്നത്. കാരണം നമ്മുടെ എമിറേറ്റ് സൈഡ് വരുന്നതേ ഉള്ളൂ. വന്നാലുടനെ നമുക്ക് ലൈസൻസ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് ടാക്സി പിടിക്കാതെ വേറെ മാർഗ്ഗമില്ല. സോ നമ്മൾ ടാക്സിയൊക്കെ എടുത്ത് ഈ പൊക്കോണ്ടിരിക്കുന്നത് ഖലീദിയ മോളിലേക്കാണ്. ഖലീദിയ മോളിലാണ് നമ്മുടെ വീക്കെൻഡ് ഗ്രോസറി ഷോപ്പിങ്ങിന് നമ്മൾ വരാറ്. ഇവിടെ ലുലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ വീക്കെൻഡ് ഷോപ്പിങ്ങുകളൊക്കെ ലുലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റിൽ നിന്നാണ്. സോ നമ്മൾ വണ്ടിയൊക്കെ ഉന്തി ആദ്യം തന്നെ നമ്മൾ പോകുന്നത് ഫിഷിൻ്റെ സെക്ഷനിലേക്കാണ്. വേറൊന്നും കൊണ്ടല്ല, ആദ്യമേ ഫിഷൊക്കെ ഓർഡർ എടുത്തിട്ട് പോയാൽ നമ്മൾ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് കറങ്ങി വരുമ്പോഴേക്കും സാധനം റെഡിയാവും. അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇതാണ് ഇവിടുത്തെ ഫിഷിൻ്റെ സെക്ഷൻ. നാട്ടിലെ ലുലു വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ ലുലുവിൽ ഫിഷിനും മീറ്റിനും ഒക്കെ കുറച്ച് പ്രൈസ് കുറവായിട്ടുള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ തോന്നലാണോ എന്ന് ഞാൻ വിചാരിച്ചു, പക്ഷേ അല്ല, പൊതുവേ കുറവാണ്. ഇതിപ്പോൾ നമ്മൾ സാൽമൺ ആണ് എടുത്തേക്കുന്നത്. രാഹുലിൻ്റെ ഫേവറേറ്റ് ഫിഷാണ് സാൽമൺ. ഗുഡ് കൊളസ്ട്രോളാണ് സാൽമൻ്റെ മീറ്റിനെന്ന് പറയും. സോ അതുകൊണ്ട് നമ്മൾ മോസ്റ്റ്ലി ഇത് സാൽമൺ അല്ലെങ്കിൽ നെയ്മീനാണ് എടുക്കാറ്. അപ്പോൾ ഫിഷിന് ഓർഡർ കൊടുത്തിട്ട് നമ്മൾ നേരെ പോകുന്നത് എൻ്റെ ഫേവറേറ്റ് സെക്ഷനിലേക്കാണ്. ഇവിടെയാണ് എൻ്റെ കറുമുറു ഐറ്റംസൊക്കെ ഞാൻ പെറുക്കാറുള്ളത്. ഞാൻ ഉദ്ദേശിച്ച സാധനം അവിടെ ഉണ്ടായിരുന്നില്ല. ആ ക്ഷീണം ഇനി അപ്പുറത്തെ സെക്ഷനിൽ നിന്ന് തീർക്കാമെന്ന് വിചാരിച്ചു ഞാൻ നേരെ എൻ്റെ അടുത്ത ഫേവറേറ്റ് സെക്ഷനിലേക്ക് വന്നു. അവിടെ ഇരിക്കുന്ന ഫ്രൂട്ടാട്ടും ബട്ടർ കൊസോണ്ടും ഒക്കെ എൻ്റെ ഫേവറേറ്റ് എല്ലാ സാധനങ്ങളാണ്. അത് വാങ്ങാണ്ട് ഒരടി മുന്നോട്ട് വെക്കാൻ ഞാനില്ല എന്ന് രാഹുലിന് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് അവിടെ നിന്ന് എൻ്റെ വയറ് നിറച്ചിട്ടേ ആൾ മുന്നോട്ട് നീങ്ങാറുള്ളൂ. ഇത്രയും നല്ല ഐറ്റങ്ങൾ ഇവിടെ ഇങ്ങനെ ഭംഗിയിൽ നിരത്തി വെച്ചിരിക്കുമ്പോൾ എങ്ങനെയാ അത് കണ്ടില്ല എന്ന് പറഞ്ഞ് തിരിഞ്ഞ് നടക്കുക. അപ്പം നിങ്ങൾ വിചാരിക്കും രാഹുൽ ഇതൊന്നും കഴിക്കാറില്ലേ എന്ന്. ഉണ്ട്, രാഹുലിൻ്റെ ഐറ്റങ്ങളാണ് ഈ കാണുന്നത്. ലൈറ്റായിട്ട് ഹീറ്റാക്കി തരാൻ പറഞ്ഞാൽ അവരത് ഹീറ്റാക്കി ഇതുപോലെ നല്ല ഭംഗിയാക്കി നമ്മുടെ കൈയിൽ തരും. ഇങ്ങോട്ട് നോക്ക്, വാമ്പയർ നെക്ക് കടിച്ചു പറിക്കുന്ന പോലെ രാഹുൽ കടിച്ചു പറിക്കുന്നതാണ് ചിക്കൻ പിയാസോ. അങ്ങനെ മൊത്തത്തിലൊന്ന് റീചാർജ് ചെയ്ത് നമ്മൾ നേരെ വെജിറ്റബിൾ സെക്ഷനിലേക്ക് വന്നു. ഇവിടെ എല്ലാ വെജിറ്റബിൾസും ഉണ്ട്. സോറി, ഇത് വെജിറ്റബിൾ അല്ല, ഇതെൻ്റെ ഹസ്ബൻഡാണ്. രാഹുൽ വരൂ, നമുക്ക് കുറച്ച് പണിയുണ്ട്. സമ്മർ ആയതുകൊണ്ട് ഇവിടെ മാംഗോ സീസൺ നടക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയൊക്കെ ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു. ഇത്തവണ കുറച്ച് കളക്ഷൻ കുറഞ്ഞെങ്കിലും പല ടൈപ്പ് മാംഗോസ് ഇവിടെ അവൈലബിൾ ആണ്. ഞാനാണെങ്കിൽ ആകെ കൺഫ്യൂഷനായിപ്പോയി. ഈ ഒരുപാട് വെറൈറ്റി കാണുമ്പോൾ ഏതെടുക്കണമെന്ന് പൊതുവേ നമുക്കൊരു കൺഫ്യൂഷൻ വരാറുണ്ടല്ലോ. അത് തന്നെയാണ് എനിക്കിവിടെ സംഭവിച്ചത്. നോക്ക് എത്ര ടൈപ്പാണ് ഉള്ളതെന്ന്. ബട്ട് ഫൈനലി വി കെയിം ഇൻ ടു എ കൺക്ലൂഷൻ. നാട്ടുമാങ്ങ വിട്ടിട്ടുള്ള ഒരു കളിയും നമുക്ക് വേണ്ട. അങ്ങനെ നമ്മൾ അതും പാക്ക് ചെയ്ത് നേരെ ഡ്രൈ ഫ്രൂട്ട് സെക്ഷനിലേക്ക് പോയി. അങ്ങനെ നട്ട്സൊക്കെ പാക്ക് ചെയ്ത് ഇനി എന്ത് വേണം എന്നുള്ള ആലോചനയിലായി. മിസ്സായത് എന്താണെന്ന് ഓർത്തെടുക്കാൻ പറ്റാതെ എന്തോ പോയ അണ്ണാനെ പോലെ നിൽക്കുന്ന എൻ്റെ ഫേസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കിട്ടി മാഗി അതായിരുന്നു മറന്നുപോയത്. അങ്ങനെ എല്ലാം എടുത്ത് നമ്മളിതാ നേരെ ബില്ലിംഗ് സെക്ഷനിലേക്ക് വന്ന് ബില്ല് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി. ഇനി നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഫുഡ് കോർട്ടിലുള്ള കുംഭകോണം കഫേയാണ്. ഇവിടാണ് നമ്മൾ സ്ഥിരം വരാറുള്ളത്. ഇത് നമ്മുടെ ഒരു ടോപ്പ് സ്പോട്ടുകളിൽ ഒന്നാണ്. എത്ര വിശന്ന് വന്നാലും ഇവിടുത്തെ ഒരു ചായ കുടിക്കാണ്ട് മുന്നോട്ട് നീങ്ങാൻ പറ്റില്ല. ഇതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ അടുത്ത വ്ളോഗിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചായ വന്നു. ചായയുടെ കൂടെ നിങ്ങൾ റൈസ് കഴിക്കാറുണ്ടോ? പക്ഷേ ഞങ്ങൾ കഴിക്കാറുണ്ട്. യൂഷ്വലി നമ്മൾ ചൈനീസ് അങ്ങനെ ട്രൈ ചെയ്യാറില്ല. പക്ഷേ ഇന്ന് നമുക്ക് മാൻജോ വോക്കിൽ നിന്ന് കുറച്ച് ഫ്രൈഡ് റൈസും കുറച്ച് ചില്ലി ചിക്കനൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. പ്രതീക്ഷിച്ചത്ര സ്പൈസി ആയിരുന്നില്ലെങ്കിലും ഇറ്റ് വാസ് ഓക്കെ. അങ്ങനെ വയറ് നിറച്ച് ഫുഡൊക്കെ അടിച്ച് നമ്മൾ നമ്മുടെ ക്യാബ് പിക്കപ്പ് പോയിന്റിലേക്ക് എത്തി. നാട്ടിലെ പോലെ ക്യാബും ബുക്ക് ചെയ്ത് വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട ആവശ്യം ഇവിടെ ഇല്ല. ഇവിടെ ഇങ്ങനെ വരുന്ന അനുസരിച്ച് നമുക്ക് നമ്മുടെ സാധനങ്ങൾ കയറ്റി അതേപടി അങ്ങ് പോവാം. ഈ വരുന്നതാണ് നമ്മുടെ ക്യാബ്. ഇനി സാധനങ്ങളൊക്കെ ഇതിൽ കയറ്റി നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. ഓക്കെ, ബൈ.